ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും എഡ്യൂഅപ്പ് ഓൺലൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വിപിൻ രാജ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ NTPC സംബന്ധിച്ചിട്ട് എന്തൊക്കെയാണ് അതിന്റെ സ്റ്റേജിൽ കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിനിടയിൽ വന്ന കമന്റുകളിൽ പ്രധാനപ്പെട്ട എക്സാം എപ്പോൾ നടക്കും, 2024 വരാൻ പോകുന്ന RRBയുടെ റെയിൽവേ NTPC എക്സാം എപ്പോൾ നടക്കും എന്ന് വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ NTPC എക്സാം എപ്പോൾ നടക്കുന്നത് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ല. നിങ്ങൾ അത് കാണാനാണ് എപ്പോഴാണ് എക്സാം നടക്കുക, കറക്റ്റ് ഒരു ഡേറ്റ് പറയും എന്ന് വെച്ചിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ വീഡിയോയിൽ അതല്ല പറയാൻ പോകുന്നത്. ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് NTPC സ്റ്റാർട്ട് മുതൽ എൻഡ് വരെ എത്ര ടൈം എടുക്കും, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ പ്രോസസ്സുകൾ എന്നൊക്കെയാണ്. അപ്പോൾ അതിന്റെ ഒപ്പം തന്നെ 2019 നമുക്ക് എന്ത് വെച്ചേ പറയാൻ പറ്റും. കഴിഞ്ഞ NTPC നടന്ന 2019 എല്ലാവർക്കും അറിയാം അല്ലെ. സോ കഴിഞ്ഞ 2019 നടന്ന NTPC ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ വരുന്നത് മുതൽ ഓരോരോ സ്റ്റേജിൽ ഏതൊക്കെ സ്റ്റേജുകൾ കഴിഞ്ഞ് എപ്പോഴാണ് ഡേറ്റ് വൈസ് നോട്ടിഫിക്കേഷൻ ഇപ്പൊ ഒരു മാർച്ചിൽ വന്നു നിൽക്കാം, അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ മെയ് ജൂണിലായിരിക്കും ചിലപ്പോ അടുത്ത എന്തെങ്കിലും വന്നിട്ടുണ്ടാവും. അങ്ങനെ ഡേറ്റ് വൈസ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് ഫസ്റ്റ് സ്റ്റേജ് എക്സാം, സെക്കൻഡ് സ്റ്റേജ് എക്സാം, അത് കഴിഞ്ഞ് ഫൈനൽ റിസൾട്ട്, ഇതുവരെയുള്ള കാര്യങ്ങൾ ഡേറ്റ് വൈസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഏതൊക്കെയാണ് NTPC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ്. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഫസ്റ്റ് എന്ത് നടക്കും, അത് കഴിഞ്ഞ് എന്ത് നടക്കും. സോ അതിനിടയിൽ എത്ര ടൈം കിട്ടും നമുക്ക്. സോ ഓൾമോസ്റ്റ് ഇത്തവണയും അതുപോലെ സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു ടൈം ഡിഫറൻസ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് കണ്ട് മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു വീഡിയോ. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ടെലഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് കഴിഞ്ഞ 2019 NTPCയുടെ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് മുതൽ അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ ടെലഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ടെലഗ്രാമിൽ എഡ്യൂഹബ് ഓൺലൈൻ എന്ന് ടെലഗ്രാമിൽ സെർച്ച് ചെയ്യുക. ഇപ്പോഴും കുറെ ആളുകൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു. സെർച്ച് ചെയ്തിട്ട് ജോയിൻ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് NTPCന്റെ ഡീറ്റെയിൽസ് ആണ് വേണ്ടത്. അതിൽ മുകളിൽ സെർച്ച് ഓപ്ഷനിൽ ആ ഗ്രൂപ്പിൽ കയറിയിട്ട് NTPC എന്ന് സെർച്ച് ചെയ്താൽ അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇട്ട പോസ്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ ഗ്രൂപ്പ് ഡി എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡി ബന്ധപ്പെട്ടുള്ള പോസ്റ്റുകൾ എല്ലാം കാണാൻ പറ്റും. സോ ഇതിലിപ്പോ ഈ ഒരു വീഡിയോ ഞാൻ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ആ ഗ്രൂപ്പിൽ നിന്ന് എടുത്ത് ഡേറ്റ് വൈസ് എടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, ഫൈൻ. അപ്പം മറക്കണ്ട, നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. NTPC എക്സാമിന്റെ ഒരു ടൈം ലൈൻ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. 2019 NTPC എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നത്, ഡേറ്റുകൾ നോട്ടിഫിക്കേഷൻ വന്നത് 28 ഫെബ്രുവരി 28/2/2019 ഓക്കെ, സോ 28/2/2019 നോട്ടിഫിക്കേഷൻ വന്നത്. അതിനുശേഷം അപ്പൊ അതിൽ പറയില്ലേ എന്നാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. മാർച്ച് 1 മുതൽ ഓക്കെ, മാർച്ച് 1 മുതൽ 31 വരെ ഒരു മാസം നിങ്ങൾക്ക് ടൈം ഉണ്ടായിരുന്നു എന്തിന്, ഈ NTPC എക്സാമിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് അങ്ങനെ അപ്ലിക്കേഷൻ, പിന്നെ ഓൺലൈൻ ഫീസ് പേയ്മെന്റ്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ കഴിഞ്ഞൊരു ഫൈനൽ ഡേറ്റ് എന്ന് പറഞ്ഞത് 12 ഏപ്രിൽ ആയിരുന്നു. 2019 ഏപ്രിൽ 12 ആയിരുന്നു എന്ത്, ഈ എക്സാമിനുള്ള ഫൈനൽ ഡേറ്റ്, ഫൈനൽ സബ്മിഷൻ ഡേറ്റ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, 2ാം മാസം ഫെബ്രുവരി 28 ലാസ്റ്റ് അല്ലെ, ഫെബ്രുവരി ലാസ്റ്റ് അല്ലെങ്കിൽ പറയാം മാർച്ച് ഫസ്റ്റ് ആയിട്ട് അപ്ലിക്കേഷൻ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ ഒരു മാസം ടൈം തന്നു. അത് കഴിഞ്ഞ് ഏപ്രിൽ 12 കൂടി ഫൈനൽ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു വലിയൊരു കാത്തിരിപ്പായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇടയിൽ കൊറോണയും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് എക്സാം ഒരുപാട് നീണ്ടുപോയി. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേജ് ആയിട്ട് നടന്ന എന്താണെന്ന് വെച്ചാൽ അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നോക്കാൻ വേണ്ടിയിട്ട് ഒരു നോട്ടീസ് നിങ്ങൾക്ക് വരും. അതായത് നിങ്ങൾ NTPC എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ചില ആളുകളുടെയൊക്കെ അപ്ലിക്കേഷൻ റിജക്റ്റ് ആവും, ചില ആളുകൾക്ക് എന്താണ് ഫോട്ടോ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ സിഗ്നേച്ചർ ക്ലിയർ ഉണ്ടാകും. അപ്പൊ ഇങ്ങനെ പല കാരണങ്ങളോട് നിങ്ങളുടെ അപ്ലിക്കേഷൻ റിജക്റ്റ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. സോ അത് ചെക്ക് ചെയ്യാനുള്ള ഒരു ലിങ്ക് നിങ്ങൾക്ക് NTPC RRB തരും. അതിപ്പോ എല്ലാ എക്സാമുകൾക്കും ഉണ്ടാവാറ്. എന്നിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ള ആളുകൾക്ക്, ചില ആളുകൾക്ക് പ്രശ്നമുള്ള ആളുകൾക്ക് വീണ്ടും അപ്ലോഡ് ചെയ്യും. ഫോട്ടോ ആണ് പ്രശ്നം, കൂടി അപ്ലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ സിഗ്നേച്ചർ പ്രശ്നം അത് അപ്ലോഡ് ചെയ്യും, ചിലപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് തന്നേക്കാം. ഓക്കെ, അപ്പൊ അതിനുള്ള ഒരു ഡേറ്റ് ആണ് പിന്നെ വന്നത്. അപ്പോ 21/9/2021 വന്നത്. ഒന്ന് ആലോചിച്ചു, അതായത് ശരിക്ക് 16/9/2020 അന്നാണ് നോട്ടീസ് വന്നത്. അതിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കൃത്യമായിട്ട് പറയാൻ പറ്റും, കാണാൻ പറ്റും. നോക്കിയേ, അപ്പോൾ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ വെച്ചിട്ട് ലിങ്ക് വിൽ ബി ആക്റ്റീവ് ഫ്രം 21/9/2020. സോറി, ഇവിടെ മാറിപ്പോയതാണ് കേട്ടോ. 2021 അല്ല, 2020 ആണ്. ഇവിടെ ഡേറ്റ് മാറിപ്പോയത് 2020. ഓക്കെ, ഫൈൻ. 21/9/2020 മുതൽ 30/9/2020 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാമായിരുന്നു. 21 മുതൽ 30 വരെ ഒരു 10 ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ
അപ്ലിക്കേഷന്റെ സ്റ്റാറ്റസ് നോക്കാം. നിങ്ങൾക്ക് സെലക്ട് ആയോ റിജക്ട് ആയോ ഓക്കെ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കാമായിരുന്നു. അപ്പോൾ 2019 വന്ന എക്സാമിന്റെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു വിവരം ഉണ്ടായില്ല. കാരണം ഈ വരുന്ന എക്സാം അങ്ങനെ ആയിരിക്കില്ല കേട്ടോ. ഈ വരുന്ന എക്സാം അങ്ങനെയൊന്നും ആയിരിക്കില്ല. പട്ടപ്പട്ടേന്ന് കാര്യങ്ങൾ നടക്കാം. അത് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് അപ്ലിക്കേഷന്റെ സ്റ്റാറ്റസ് നോക്കാനുള്ളത് വന്നു. അപ്പൊ എന്തായിരുന്നു സംഭവിച്ചെന്ന് വെച്ചാൽ കുറെ പേര് അതിന്റെ അവരുടെ യൂസർ നെയിം പാസ്വേഡ് ഒക്കെ മറന്നുപോയി. അപ്പൊ എന്ത് ചെയ്തു വെച്ചാൽ RRB വീണ്ടും അതിനൊരു ലിങ്ക് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് ഒക്കെ നോക്കാം. ഈ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ എവിടെ നിന്ന് എടുക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, RRBയുടെ വെബ്സൈറ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. RRBയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇതൊക്കെ ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് CBT1 ഫസ്റ്റ് സ്റ്റേജ് ഓഫ് എക്സാമിനെ കുറിച്ച് പിന്നെ RRB പറയുന്നത് 17/12/2020 ഓക്കെ, 17/12/2020 RRB ഫസ്റ്റ് സ്റ്റേജ് ഓഫ് എക്സാമിനെ കുറിച്ച് പറയുന്നത്. 2020 12-ാം മാസം, അതായത് ഡിസംബർ മാസം. ഓക്കെ, ആപ്ലിക്കേഷൻ നോക്കാൻ വന്ന ഡേറ്റ് 2020 9-ാം മാസമായിരുന്നു. അത് കഴിഞ്ഞ് ഡിസംബർ ആയപ്പോഴേക്കും നിങ്ങളോട് പറയാം എന്താണ് എക്സാം നടക്കും എന്ന് മുതലാണ്. അപ്രോക്സിമേറ്റ്ലി 28/12/2020 മുതൽ 13/1/2021 വരെ, അതായത് ഡിസംബർ 28 മുതൽ 2020 ഡിസംബർ 28 മുതൽ 13/1/2021 വരെയാണ് നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഏതാണ്ട് അപ്ലൈ ചെയ്ത് ആർജ് നമ്പർ ഓഫ് എലിജിബിൾ മൊത്തം 1.25 കോടി ആളുകൾ എന്നൊക്കെ പറഞ്ഞ് ഫസ്റ്റ് സ്റ്റേജിൽ 23 ലക്ഷം ആളുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു വലിയ നോട്ടീസ് ഒക്കെ ഇറക്കിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ കോൾ ലെറ്റർ നിങ്ങൾക്ക് 4 ദിവസം മുമ്പ്, അത് ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. എക്സാമിന്റെ ഡേറ്റ് നോക്കാനുള്ള ലിങ്ക് വരും, ഡേറ്റും സിറ്റിയും നോക്കാനുള്ള ലിങ്ക് വരും. അപ്പൊ നോക്കി നിങ്ങൾക്ക് എന്താ എക്സാമിന്റെ ഡേറ്റും സിറ്റി അറിയാം. അത് കഴിഞ്ഞിട്ട് 4 ദിവസം മുമ്പ്, ആ ഡേറ്റിന് 4 ദിവസം മുമ്പാണ് നമുക്ക് ഹോൾ ടിക്കറ്റ് കിട്ടുക. സോ അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ കൂടി ഡിസംബർ 12-ാം തീയതി ഡിസംബർ 17-ാം തീയതി നോട്ടീസ് തന്നെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് എക്സാമിനെ കുറിച്ചിട്ട്. അങ്ങനെ എക്സാം നടന്നു. എക്സാം ഈ പറഞ്ഞ ഡേറ്റിലൊന്നും അല്ല നടന്നത്. അതായത് ലാസ്റ്റ് ഫേസ് 7 ഫേസ് ആയിട്ടാണ് എക്സാം നടന്നത്. ആ 7th ഫേസ് ആയിരുന്നു ലാസ്റ്റ് ഫേസ് ആണ്. ഓരോ ഫേസിനെയും ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ കാണിച്ചു തരാം കേട്ടോ. അതായത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് ഇത് RRB തിരുവനന്തപുരത്തിന്റെ വെബ്സൈറ്റ് ആണ്. ഇത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. നോട്ടിഫിക്കേഷൻ വന്നു. ഓക്കെ, പിന്നെ CBT1 കുറിച്ച് വന്നു. അത് കഴിഞ്ഞിട്ടാണ് എക്സാമിനെ കുറിച്ച് ഇതൊക്കെ നോക്കിയാൽ ടെൻഡർ എടുക്കുന്നത്, ആരെ എക്സാം നടത്തുന്ന ഏജൻസി, അങ്ങനെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് അറിയാൻ ലിങ്ക് വന്നു. ഞാനിപ്പോ പറഞ്ഞ കാര്യം. ഓക്കെ, അത് കഴിഞ്ഞ് ഇങ്ങനെ മുകളിലേക്ക് പോയാൽ മനസ്സിലാവും എക്സാം നോട്ടീസ് ഓഫ് എക്സാം സ്കെഡ്യൂൾ. ഇത് കഴിഞ്ഞ് ബാക്കി ഓരോരോ നോട്ടീസും എക്സാമിനെ കുറിച്ച് പല ഫേസ് ആയിട്ട്, സെക്കൻഡ് ഫേസ്, തേർഡ് ഫേസ്, ഫോർത്ത് ഫേസ് വന്നു. അത് കഴിഞ്ഞ് അഡീഷണൽ ഡേറ്റ് വന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എക്സാം സംബന്ധിച്ചിട്ട് വന്നു. 7th ഫേസ് നടന്നത് ലാസ്റ്റ് ഫേസ്, ഈ എക്സാം നടക്കുന്നതിന്റെ ലാസ്റ്റ് ഫേസ് നടന്നത് 23, 24, 26 ആൻഡ് 31 ജൂലൈയിലാണ് ഈ എക്സാം നടന്നത്. അപ്പോ ഫസ്റ്റ് സ്റ്റേജ് മുതൽ ലാസ്റ്റ് സ്റ്റേജ് വരെയുള്ള ഫുൾ CBT1 നടക്കാൻ എത്ര സമയം കഴിഞ്ഞു? ജൂലൈ 2021 ആയി. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് റീഫണ്ടിനെ കുറിച്ച് നോട്ടീസ് നിങ്ങൾക്ക് വന്നിരുന്നു. അതായത് ഞാൻ ഓൾറെഡി കഴിഞ്ഞ ദിവസം വീഡിയോ പറഞ്ഞിട്ടുണ്ട്. എന്താണ്, നിങ്ങളൊരു എക്സാമിന് അപ്ലൈ ചെയ്തിട്ട് ഇപ്പോ റെയിൽവേന്റെ 500 രൂപ കൊടുത്ത് എക്സാമിന് അപ്ലൈ ചെയ്ത ആൾക്കാണെങ്കിൽ, അല്ലെങ്കിൽ 250 രൂപ കൊടുത്ത് അപ്ലൈ ചെയ്ത ആൾക്കാണെങ്കിൽ CBT1 ഫസ്റ്റ് സ്റ്റേജ് ഓഫ് എക്സാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, അതായത് 500 കൊടുത്ത ആൾക്ക് 400 രൂപയും 250 കൊടുത്ത മുഴുവനായിട്ടും റീഫണ്ട് കിട്ടും അല്ലെ. സോ ആ റീഫണ്ടിന്റെ ഡേറ്റ് വന്നത് 11/8/2021 മുതൽ 31/8/2021 വരെയാണ്. അപ്പൊ റീഫണ്ടിനുള്ള ഡേറ്റ്, അതായത് ഡീറ്റെയിൽസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ബാങ്ക് അക്കൗണ്ട്, കാരണം ഇതൊക്കെ നമ്മൾ 2019 അപ്ലൈ ചെയ്തു, 2020-29 അപ്പൊ ബാങ്കുകൾ മാറിയിട്ടുണ്ടാവും, കുറെ ആളുകൾക്ക് അക്കൗണ്ട് ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ അപ്ഡേറ്റ് ചെയ്യാനൊക്കെ കാര്യങ്ങൾക്കായിട്ട് ഒരു ലിങ്ക് അവിടെ വന്നിരുന്നു. ആ ലിങ്ക് പിന്നെ അവര് എക്സ്റ്റെൻഡ് ചെയ്തു. കാരണം കുറെ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അത് ലിങ്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ട് 7/9/2021 വരെ ആ റീഫണ്ടിനുള്ള CBT1 കഴിഞ്ഞ് റീഫണ്ട് കിട്ടാനുള്ള ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തായിരുന്നു വെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ നിങ്ങൾ ആ അറ്റൻഡ് ചെയ്ത എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണാം. ഇതിന് നിങ്ങൾ ആൻസർ ചെയ്ത ഇത് നിങ്ങൾക്ക് കാണാം. അതായത് നിങ്ങൾ ഏതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, ഏതൊക്കെ ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്തത്, അതിന്റെ ശരിക്കുള്ള ആൻസർ എത്രയാണ്, നിങ്ങൾ മാർക്ക് ചെയ്ത് എത്രയാണെന്നൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ നിങ്ങൾ മാർക്ക് ചെയ്ത ആൻസർ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ അത് കാണാനുള്ള ഒരു ലിങ്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ ലിങ്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിക്കാം, അതിന്റെ എക്സാക്ട് ആൻസർ അതിൽ കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾ മാർക്ക് ചെയ്ത ആൻസർ കൊടുത്തിട്ടുണ്ടാവും. അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാം.
ഒരിക്കലും അതായിരിക്കില്ല നിങ്ങളുടെ ഫൈനൽ മാർക്ക്. കാരണം NTPC സംബന്ധിച്ചിട്ട് നോർമലൈസേഷൻ ഒരു സാധനമുണ്ട്. കാരണം പല ഫേസുകളായിട്ട് നോക്കിയാൽ ജനുവരി മുതൽ ജൂലൈ വരെയൊക്കെ എക്സാം നടന്നത്. സോ പല ഫേസിൽ പല എക്സാം നടക്കും. സോ ഇതിന് പെർട്ടിക്കുലർ ഫോർമുലയൊക്കെ വെച്ചിട്ട് ആ ഫോർമുലയുടെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചാനൽ ചെയ്തിട്ടുണ്ട്. എന്ത് ഫോർമുല വെച്ചിട്ടാണ് NTPC അവരുടെ മാർക്കുകൾ എടുക്കുന്നതൊക്കെ. കാരണം NTPC മാർക്ക് ഒരിക്കലും കേരള PSC കട്ട് ഓഫ് പോലെ പോയിന്റ് കേട്ട് 2 സ്ഥാനം 3 സ്ഥാനങ്ങളുണ്ടാവും. ഇതിങ്ങനെ പോയിന്റ് കേട്ട് 4, 5 സ്ഥാനങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ 79.06358 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കും. ഇതൊക്കെ മാറ്റം വരുന്നത് ഈ നോർമലൈസേഷൻ അനുസരിച്ചിട്ടാണ്. ഓക്കെ, അപ്പം ആ ഒരു നോർമലൈസേഷൻ ഇല്ലാത്ത ഒരു 3 മാർക്ക് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീയും വെച്ചിട്ട് നിങ്ങൾക്ക് ആക്കാം. അതേപോലെ എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് RRBയോട് പറയുകയും ചെയ്യാം. കാരണം അവര് പറഞ്ഞ ഇപ്പോ ഒരു ക്വസ്റ്റ്യൻ വന്നു, ആ ക്വസ്റ്റ്യനിൽ RRBയുടെ ഉത്തരമല്ല ശരിക്കും ഉത്തരം, നിങ്ങൾക്ക് ഒരു ഒബ്ജക്ഷൻ റേസ് ചെയ്യാം. അതിന് വേണ്ടിയുള്ള ലിങ്കും RRB അത് കഴിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് ഓൾറെഡി അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് വരും ദിവസങ്ങളിൽ വരും. ഓക്കെ, ഫൈൻ. അത് കഴിഞ്ഞിട്ടാണ് CBT 2 വരുന്നത്. CBT 2 നടക്കുന്നത് 16/8/2021 മുതൽ 23/8/2021 വരെയാണ്. അതായത് 16-ാം തീയതി മുതൽ 23-ാം തീയതി വരെ. ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ നടക്കും. 7 ഫേസസ് ആയി നടന്നു എന്ന് പറഞ്ഞു. ഡിസംബർ 28 മുതൽ 2020 മുതൽ ജൂലൈ 31 വരെ CBT 1 നടന്നു. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റേജ് ഏതാണ്ട് എന്താ പറഞ്ഞത്, ഈ പറഞ്ഞ ഡേറ്റുകളിൽ നടക്കും എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസാണ് RRB ഇറക്കിയത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഫൈൻ CBT 2 റിസൾട്ട്. ഓക്കെ, ഫൈൻ. അടുത്തത് CBT 1ന്റെ റിസൾട്ട്. അതിന്റെ ഓവർവ്യൂ ഞാൻ പറഞ്ഞുതരാം എന്തായിരുന്നു എന്നുള്ളത്. നിങ്ങൾക്ക് മൊത്തം നമ്പർ ഓഫ് വാക്കൻസി തന്നെ 35,281 വാക്കൻസീസ് ആയിരുന്നു. ഓക്കെ, അതില് 10+2 അത് ഗ്രാജുവേറ്റ് ലെവല്, ഡിഗ്രി ലെവല് 10,603 വാക്കൻസീസ് ഉണ്ടായിരുന്നു. ഗ്രാജുവേറ്റ് അതേമാതിരി 10 ഗ്രാജുവേറ്റ് ആൾസോ 10+2 അവിടെ ലീഗലി ഇവിടെ ഒന്നുമില്ല. പിന്നെ മൊത്തം സെലക്ട് ചെയ്തത് 20 ടൈംസ് ആണ്. മൊത്തം വാക്കൻസിയുടെ 20 ടൈംസ് ആണ് എക്സാമിന് വേണ്ടി സെലക്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞ ഒരു നോട്ടീസ് ഇറക്കിയിരുന്നു. ഒരു 20/1/2022 അവര് ഇറക്കിയിരുന്നു. ഇവിടെ ശരി, ഫൈൻ. 20/1/2022 അവരൊരു നോട്ടീസ് ഇറക്കി. അതിൽ നമ്പർ ഓഫ് നോട്ടിഫൈഡ് വാക്കൻസി 5000 ആയിരുന്നെങ്കിൽ അവര് അതിന്ന് 11,000-ഓളം ആളുകൾ എടുത്തു. പിന്നെ 4000 വാക്കൻസീസ് ഉണ്ടായിരുന്നു. അവര് എത്ര ഉണ്ടായിരുന്നു? സോറി, 11,000 അല്ല, 5000 20 ടൈംസ് ആണ് അല്ലെ, 1,13,301. ഓക്കെ, ഫൈൻ. അങ്ങനെ എല്ലാ വാക്കൻസീസും അവരാണ് 20 ടൈംസ് അവരെടുത്തു. 4000 ഉണ്ടായിരുന്നത് 4,998-ഓളം ആളുകൾ അവരെടുത്തു ഫസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. 161 ഉണ്ടായിരുന്നത് 3,223 ആളുകൾ എടുത്തു. അങ്ങനെ ഇങ്ങനെ എത്രയും ആളുകളെയാണ് അവരെടുത്തത് എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസ് ഇറക്കി. അപ്പൊ CBT 1 കഴിഞ്ഞാൽ CBT 2ലേക്ക് എത്ര ആളുകളെ അവർ സെലക്ട് ചെയ്യും ഇതൊക്കെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, CBT 1 പാസ്സായ ആളുകളിൽ നിന്നും മൊത്തം വാക്കൻസിയുടെ 20 ടൈംസ് ആണ് CBT 2ലേക്ക് വേണ്ടി അവർ കൺസിഡർ ചെയ്യുന്നത്. അത് ആ നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് കുറെ കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞ സമയത്ത് അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റേജ് CBT നടക്കാൻ പോകുന്നത് 15 ഫെബ്രുവരി 2022 മുതൽ 19 ഫെബ്രുവരി 2022 വരെയായിരുന്നു. 15 ഫെബ്രുവരി 2022 മുതൽ 19 ഫെബ്രുവരി 2022 വരെ CBT 2 നടക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസ് വന്നു. അതിൽ ലെവൽ 2, 3, 4, 5 and 6 അതേപോലെ ബാക്കി ഇങ്ങനെ റോൾ നമ്പർ CBT സെയിം ഫൈൻ. CBT 2 ഓക്കെ, അതൊന്നും വേണ്ട. അതിന് ലിങ്ക് വരും, ബാക്കി കാര്യങ്ങൾ ഈ പറഞ്ഞ ഡേറ്റുകൾ നടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നോട്ടീസ് വന്നു. അപ്പോഴാണ് വേറൊരു പ്രശ്നം വന്നത്. ഈ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് എക്സാം ഇവിടെ നിങ്ങൾക്ക് കാണാം. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് എക്സാം കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒരു ട്രെയിൻ കത്തിക്കലും അങ്ങനെ കുറെ പ്രശ്നമൊക്കെ ഉണ്ടായി. കാരണം റിസൾട്ടിന്റെ കാര്യത്തിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. പിന്നെന്താ നോർമലൈസേഷന്റെ കാര്യം കുറെ പ്രശ്നങ്ങളുണ്ട്. ഇതേപോലത്തെ അങ്ങനെയല്ല അങ്ങനെ കുറെ ഒരേ മാർക്കുള്ള ആളുകൾ പല ഇതിലുണ്ട്. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് RRB ഒരു ഹൈ പവർ കമ്മിറ്റീനെ വെച്ചു. അതിന്റെ നോട്ടീസ് വന്നത് 26/1/2022 ഓക്കെ, അതായത് 1-ാം മാസം ജനുവരി 2022 അവർ നോട്ടീസ് ഇറക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്, ഈ പറഞ്ഞ കൺസേൺസ് ഒക്കെ നമ്മൾ പരിഗണിക്കാം, അതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി നമ്മൾ രൂപീകരിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നോട്ടീസ് ഇറക്കി. അപ്പൊ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ആ കമ്മിറ്റിയുടെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ടാണ് വീണ്ടും അവര് CBT 1 റിവൈസ്ഡ് റിസൾട്ട് ഇറക്കി. ആ കമ്മിറ്റി നമ്മളോട് കുറെ നിർദ്ദേശങ്ങളും പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാൻ നിങ്ങൾക്ക് പറയാം, എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങളൊക്കെ പറയാന്നൊക്കെ പറഞ്ഞിട്ട് ലിങ്ക് ഒക്കെ ആക്ടിവേറ്റ് ചെയ്ത് ഒരു വലിയൊരു പ്രോസസ് ആയിരുന്നു. കാരണം വലിയ പ്രശ്നമായിട്ട് വന്നായിരുന്നു. ട്രെയിൻ കത്തിക്കുന്ന ലെവലിലേക്കൊക്കെ എത്തിയപ്പോൾ അതൊരു വലിയ പ്രശ്നമായിരുന്നു.
ഓക്കെ, അതൊന്നും ഇപ്പൊ ഉണ്ടാവില്ല. ഞാൻ ഇതെന്താ വെച്ചാൽ 2019 എക്സാം നടന്ന ഒരുപാട് കഴിഞ്ഞിട്ടാണ് ആ എക്സാം നടന്നത്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ കൊറോണയും പിന്നെ ഇടയ്ക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ടാണ്. ഇനി CBT 1 അങ്ങനെ റിവൈസ് റിസൾട്ട് 3-ാം മാസം മാർച്ച് മാസം 30-ാം തീയതി റിവൈസ് റിസൾട്ട് വന്നു. ഇപ്പം CBT ഡേറ്റും അത് റിവൈസ് ചെയ്തു. 9-5 അതായത് മെയ് 9-ാം തീയതി മുതൽ 10-5 2 ദിവസങ്ങളിലായിട്ട് ഫോർ ലെവൽ 4 and 6 നമുക്കറിയാം പല ലെവലാണ് 2, 3, 5 അങ്ങനെയൊക്കെ അല്ലേ. സോ അതിൽ 4 and 6 വേണ്ടിയിട്ട് ഈ 2 ഡേറ്റുകളിൽ എക്സാം നടത്താൻ തീരുമാനിച്ചു. അതുപോലെ CBT 2 ഫോർ ലെവൽ 2, 3 and 5 അത് ജൂൺ 12 ടു ജൂൺ 17. ഓക്കെ, ജൂൺ 17 വരെ RRB എക്സാം നടത്തി. അപ്പൊ CBT 2 ഫോർ ലെവൽ 4 and 6 അവര് മെയ് 9-നും 10-നും നടത്തി. അതേപോലെ അത് കഴിഞ്ഞ് ജൂൺ 12 മെയ് കഴിഞ്ഞ അടുത്ത തന്നെ അല്ലെ, അടുത്ത മാസം 12-ാം തീയതി മുതൽ 17-ാം തീയതി വരെ ഫോർ ലെവൽ 2, 3 and 5 വേണ്ടിയിട്ടുള്ള CBT 2 നടന്നു. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 2 നടന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടല്ലോ അല്ലെ. അങ്ങനെ അതിനുള്ള ഡേറ്റ് 8-ാം തീയതി വന്നു. ആപ്റ്റ് ടെസ്റ്റിന്റെ ഡേറ്റ് വന്നു. കമ്പ്യൂട്ടർ ബേസ്ഡ് ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ട്, അത് 12 ഓഗസ്റ്റിന് വന്നു. നിങ്ങൾ നോക്കിയാൽ മനസ്സിലായി ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്, ഈ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് വേണ്ടി കാൻഡിഡേറ്റിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് സെപ്റ്റംബർ 7 വന്നു. ഓക്കെ, അപ്പൊ ഇതിനൊന്നും വലിയ ഗ്യാപ്പ് ഒന്നും ഇല്ല. നിങ്ങൾ വെച്ചാൽ മെയ് കഴിഞ്ഞ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴേക്ക് എന്തായി, DVന്റെ ഡേറ്റ് ആയി. അപ്പോ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെയാണ് ഓക്കെ. അത് കഴിഞ്ഞ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ബാക്കിയിലേക്ക് പറയാം. സ്റ്റേഷൻ മാസ്റ്ററിന്റെ പാർട്ട് പാനൽ 1 ഫസ്റ്റ് പാനലിൽ മൊത്തം 232 ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫൈനൽ ലിസ്റ്റ് 2022 11-ാം മാസം തന്നെ വന്നു. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കി മനസ്സിലാവും. ഇവിടെ നോക്കി, സെപ്റ്റംബർ എന്ന് പറഞ്ഞല്ലേ, സെപ്റ്റംബർ എന്ന് പറഞ്ഞാൽ 9-ാം മാസം അല്ലേ. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഓക്കെ, അപ്പൊ ഇവിടെ വന്നത് 2022 സെപ്റ്റംബറിൽ വന്ന സാധനം ഇവിടെ തന്നെ എന്തായി, ഒക്ടോബർ, നവംബർ ആയപ്പോഴേക്ക് തന്നെ ഫൈനൽ ലിസ്റ്റ് ആയി അല്ലെ. 2 മാസം കൊണ്ട് ഫൈനൽ ലിസ്റ്റ് വന്നു. ഓക്കെ, സോ ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് DVക്ക് സെലക്ട് ചെയ്ത് DVയും ബാക്കി പ്രോസസ്സും ഒക്കെ 2 മാസം കൊണ്ട് നടന്നു. ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഒരു CBT 2 ഡേറ്റ് ജൂണിൽ വന്നു, CBT 2 എല്ലാം കൂടി ജൂണിൽ അവസാനിച്ചു. അത് കഴിഞ്ഞിട്ട് 11-ാം മാസം അല്ലെ, മെയ്, ജൂൺ 6-ാം മാസത്തിൽ CBT 2 കഴിഞ്ഞ് ബാക്കി അതിന്റെ പ്രോസസ്സുകളെല്ലാം അത് കഴിഞ്ഞിട്ടുള്ള റാങ്ക് ലിസ്റ്റ് വരല് അല്ലെ, റാങ്ക് ലിസ്റ്റ് അല്ല, നിങ്ങളെ സെലക്ട് ചെയ്ത ലിസ്റ്റ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ തുടങ്ങി പിന്നെ സ്റ്റേഷൻ മാസ്റ്റർക്ക് ആണെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് അല്ലേ, നമ്മളുടെ ഒരു എക്സാം കൂടി ഉണ്ടല്ലോ, CBAT എന്ന് പറഞ്ഞൊരു ഇതില്ലേ. അപ്പൊ അങ്ങനത്തെ സൈക്കോമെട്രിക്, ഓക്കെ, സൈക്കോമെട്രിക് ടെസ്റ്റ് അടക്കം കഴിഞ്ഞിട്ട് ഫൈനൽ അവരുടെ സ്റ്റേഷൻ മാസ്റ്ററുടെ ഫസ്റ്റ് പാനല് 232 ആളുകളെയും വെച്ചിട്ട് 11-ാം മാസം തന്നെ ഇറക്കി. അപ്പൊ 6-ാം മാസം കഴിഞ്ഞ് ഒരു 5 മാസം കൊണ്ട് ബാക്കി പ്രോസസ് മൊത്തം RRB തീർത്തു. അതേപോലെ ഗുസ്ഗാർഡിന്റെ ഫസ്റ്റ് വന്നത് 12-ാം മാസം, അതായത് ഡിസംബർ 23 ഡിസംബറിന് 103 ആളുകളെയും വെച്ചിട്ട് ഗുസ്ഗാർഡിന് വന്നു. ഓക്കെ, അതേപോലെ പിന്നെ ഓരോരോന്നുണ്ട് കേട്ടോ, ഒരുപാട് ഗ്യാപ്പ് എടുത്തിട്ടാണ് ഈ സാധനങ്ങൾ വരിക. ഗ്യാപ്പ് എന്നല്ല, പല പല ഫേസുകളിലായിട്ട് പാർട്ടായിട്ടാണ് വരിക. അങ്ങനെ സീനിയർ ക്ലർക്ക് ടൈപ്പിസ്റ്റിന്റെ, അതേപോലെ കൊമേഴ്ഷ്യൽ ക്ലർക്ക് ടൈപ്പിസ്റ്റ്, സീനിയർ ക്ലർക്ക്, പിന്നെ അതേപോലെ ട്രെയിൻ ക്ലർക്ക്, ഇങ്ങനെ ഒരുപാട് സാധനം ലെവൽ 2, ഓക്കെ, ലെവൽ 2 പോസ്റ്റ്, ലെവൽ 3 പോസ്റ്റ് ഒക്കെ അവസാനം വന്നത് എനിക്ക് തോന്നുന്നു ഈ ലെവൽ 2 പോസ്റ്റുകളാണ്. ഓക്കെ, ഈ ലെവൽ 2 പോസ്റ്റ് അവസാനം വന്നത് 2021 കഴിഞ്ഞ വർഷം 12-ാം മാസം. നിങ്ങൾ പക്ഷെ ഇപ്പോൾ എനിക്ക് ഇതെന്താ ഇത്രയൊക്കെ, പക്ഷെ ആ ഒരു ലെവൽ 2 പോസ്റ്റിൽ അവസാനം ഒരാളെ എടുത്തിട്ടുള്ളൂ. 13-ാമത്തെ, അതായത് ഇവിടെ പറഞ്ഞെന്ന് വെച്ചാൽ അവിടെ അവർക്ക് ഒരു വാക്കൻസി വന്നു, ആ വാക്കൻസിക്ക് ഒരാൾ വേണം എന്ന് പറഞ്ഞപ്പോ ആ NTPCന്റെ ലിസ്റ്റിൽ നിന്ന് എന്ത് ചെയ്തു, ഒരാളെ എടുത്തു. വാക്കൻസി വന്ന ഒരാളെ പോലും ഇവരെടുത്തിട്ടുണ്ട് 2023. അതേപോലെ ലെവൽ 3ന്റെ അവസാനം വന്ന ലിസ്റ്റ് 2023 11-ാം മാസമാണ്. ഇത് ഡിസംബർ ആണെങ്കിൽ 11-ാം മാസം വന്നു ലെവൽ 3യുടെ. അതിൽ 2 ആളുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനർത്ഥം ഒരിക്കലും ഒരാളെ 2 ആളെ എടുക്കും എന്നുള്ളതല്ല. ഒരു ലിസ്റ്റിന്റെ കാലാവധി, നമ്മൾ കേരള PSC പറയില്ല, നമ്മൾ ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയില്ലേ. ഓക്കെ, അതേപോലെ ഈ NTPC ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് ഒരാളെ എടുക്കാൻ വേണ്ടിയിട്ട് പോലും അവർക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ലിസ്റ്റിൽ നിന്ന് ആളുകൾ അടുത്തത് വരുന്നത് വരെ അവർക്ക് ആളുകൾ എടുക്കാം. അങ്ങനെ ഇപ്പൊ എനിക്ക് തോന്നുന്നു 7-ഓ 8-ഓ ഒക്കെ ആയിട്ട് സ്റ്റേഷൻ മാസ്റ്ററേക്ക് ഒരുപാട് തവണ എടുത്തിട്ടുണ്ട്. എത്രയാന്നുള്ള ഒരു മിനിറ്റ് ഇപ്പൊ പറഞ്ഞുതരാം. അതായത് സ്റ്റേഷൻ മാസ്റ്ററേക്ക് പാർട്ട് പാനൽ ലിസ്റ്റ് വന്നത് ഒരുപാട് വന്നിട്ടുണ്ട്. നിങ്ങളത് എന്താ ട്രിവാൻഡ്രത്തിന്റെ RRB തിരുവനന്തപുരത്തിന്റെ സൈറ്റിൽ കയറി നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. ഓക്കെ, 10 ഒക്കെ ഉണ്ട്, DV 10 ഒക്കെ ഉണ്ട്.
ലെവൽ 2-നൊക്കെ നമ്മൾ പറഞ്ഞു, ലെവൽ 2-നൊക്കെ DV10 വിളിച്ചിട്ടുണ്ട്, 11 വിളിച്ചിട്ടുണ്ട് DV. ഓക്കെ, അതേപോലെ ഒന്ന് പറഞ്ഞു DV8 സ്റ്റേഷൻ മാസ്റ്റർ സീനിയർ ക്ലർക്ക് ടൈപ്പ് 6-മത്തേക്ക് എടുത്തിട്ടുണ്ട്. ട്രെയിൻ ക്ലർക്കിനൊക്കെ വേണ്ടിയിട്ട് 6 പാനൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാടുണ്ട്. 9 പാനല് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കിന് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പാനലുകൾ എന്തുണ്ട് ഈ പറഞ്ഞ എക്സാമിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ ഫൈൻ, അത് അവിടെ നിൽക്കട്ടെ. ഇനി ലെവൽ 6-ന് വേണ്ടിയിട്ട് ഒരുപാട് DV6 അങ്ങനെ ഒരുപാട് DV നടക്കും. ഓക്കെ, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഒരുപാട് നടക്കും. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ 2019 നോട്ടിഫിക്കേഷൻ വന്ന എക്സാം 2023 വരെ ആളുകൾ എടുത്തു. ഇതിനിടയിൽ കൊറോണ വന്നു എന്നുള്ളൊരു 3 വർഷത്തെ ഗ്യാപ്പ് അല്ലെങ്കിൽ 2 വർഷത്തെ ഗ്യാപ്പ് നിങ്ങൾ എടുക്കണം. ഓക്കെ, അതുകൊണ്ടാണ് ഈ എക്സാം നീണ്ടുപോയത്. അതിന്റെ ഒപ്പം തന്നെ എന്ത് പറഞ്ഞു, കുറെ പ്രശ്നങ്ങളൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടായപ്പോൾ അതിന് കുറെ പാനൽ ഉണ്ടാക്കണം, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. ഇവിടെ സെക്കൻഡ് ഡേറ്റ് CBT 2-ന്റെ ഡേറ്റ് അനൗൺസ് ചെയ്ത് 12-ാം തീയതി ജൂൺ മാസം നടക്കും എന്ന് പറഞ്ഞിട്ട് ആ വർഷം തന്നെ അവസാനമായപ്പോഴേക്കും എന്താണ് ആളുകൾ പോസ്റ്റിംഗ് വന്നു. അപ്പൊ എന്താ CBT 1-ന്റെ റിസൾട്ടും CBT 1 എപ്പോഴാണ് നടന്നത് ഒന്ന് നോക്കി, അവിടെ നമുക്ക് നോക്കാം. CBT 1-ന്റെ ഓക്കെ ലാസ്റ്റ് ഫേസ് നടന്ന 2021 8-ാം മാസം നടന്ന CBT 1. അത് കഴിഞ്ഞ് കുറെ ഗ്യാപ്പ് എടുത്തു. അത് കഴിഞ്ഞൊക്കെ കഴിഞ്ഞ് അവസാനം CBT 2 വന്നു 2022 CBT 2 വന്നു കഴിഞ്ഞു. CBT 1 നടന്നതിന് ശേഷമാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടായത് കേട്ടോ. എന്നിട്ട് അതേ വർഷം വെറും 5 മാസം കൊണ്ട് എന്തായി സെക്കൻഡ് ഫേസ് എക്സാം കഴിഞ്ഞ് ഫൈനൽ ആളുകളെ എടുത്തു തുടങ്ങി. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇനിയിപ്പോ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ സെപ്റ്റംബർ വിചാരിക്കും, അതായത് ജൂലൈ ടു സെപ്റ്റംബർ ആണ് NTPCക്കുള്ള ടൈം ഉള്ളത്. അതായത് ഇതിന്റെ ഉള്ളിൽ NTPC നോട്ടിഫിക്കേഷൻ വരും. നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാന്ന് വിചാരിക്കണ്ട, കാരണം ഇത് എന്തുകൊണ്ട് ഉറപ്പായിട്ടും വരും എന്ന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ കേട്ടോ. ഇനി സാറ് പറഞ്ഞതുകൊണ്ട് പറയരുത്, വേറെ പ്രശ്നമൊന്നുമില്ല, കറക്റ്റായിട്ട് ഈ ടൈമിൽ തന്നെ NTPC വരും. സോ ഈ എക്സാം വരുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാന്ന് വിചാരിക്കണേ. എന്തായാലും 1 വർഷം കൊണ്ട് ഈ പ്രോസസ് ഒക്കെ റെയിൽവേക്ക് വേണമെങ്കിൽ തീർക്കാം. പിന്നെ മുൻപ് നടന്നതുപോലെ ഒരുപാട് വാക്കൻസി പ്രാവശ്യം ഉണ്ടാവും എന്ന് വെച്ചാൽ ഉണ്ടാവില്ല, സംശയം ആണ് അത്രയും വാക്കൻസി ഉണ്ടാവുന്നത്. കാരണം ഇനി മുതൽ റെയിൽവേ എല്ലാ വർഷവും എക്സാം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റേത് ഒരു ബൾക്ക് വാക്കൻസി ആയിരുന്നു. അപ്പൊ എത്രത്തോളം വാക്കൻസി ഉണ്ടാവും നമുക്ക് കണ്ടറിയണം. പക്ഷേ സ്റ്റിൽ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഈ സെപ്റ്റംബറിൽ വാക്കൻസി വന്നു കഴിഞ്ഞാൽ, ഫൈനൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അടുത്തന്നെ ബാക്കി കാരണം നിങ്ങൾക്കറിയാം CBT 1 നടന്നത് കഴിഞ്ഞ 2019 7 ഫേസ് ആയിട്ടാണ്. അത്രയും വാക്കൻസി ഉണ്ടായതുകൊണ്ടാണ്, അത്രയും ആളുകൾ അപ്ലൈ ചെയ്തുകൊണ്ടാണ്. അപ്പൊ ഇങ്ങനെ വാക്കൻസി കുറവായിരിക്കും, ആളുകൾ അപ്ലൈ ചെയ്യുന്നത് കുറവായിരിക്കും എന്നുള്ളത് കൊണ്ടൊക്കെ അത്രയും ഫേസിലേക്ക് പോകാൻ സാധ്യത ഞാൻ കാണുന്നില്ല. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. അപ്പം ഈ സെപ്റ്റംബർ നടന്നു കഴിഞ്ഞാൽ ഏതാണ്ട് 1 വർഷമൊക്കെ സമയം ഉണ്ടെങ്കിൽ RRBക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തീർക്കാം. അതാണ് ഞാനിവിടെ പറയാനുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഈ പറഞ്ഞ 2019 എക്സാമിനെ കുറിച്ച് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. എക്സാമിൽ ഏതൊക്കെ ഫേസ് നടന്നു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും, എത്രയൊക്കെ ടൈം എടുത്തു, ഫസ്റ്റ് എന്താ നടക്കുക, അത് കഴിഞ്ഞ് എന്താ നടക്കുക, അത് കഴിഞ്ഞ് എന്താ. ഇതിന്റെ മേജർ സാധനങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഒരുപാട് കാര്യങ്ങളുണ്ടാവും, ഒരുപാട് നോട്ടീസുകളൊക്കെ വന്നിട്ട് ഈ നോട്ടീസൊക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ട്. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഒന്ന് ജോയിൻ ചെയ്യുക. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. EduHub ഓൺലൈൻ എന്ന് സെർച്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കാര്യങ്ങൾ കൊടുക്കാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടാവുന്ന നിങ്ങൾക്ക് കണ്ടറിയാൻ ഒരുപാട് ടൈം എടുത്ത് പ്രിപ്പയർ ചെയ്ത ഒരു ക്ലാസ് ആണത്. ഉപകാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. തുടക്കക്കാർക്കൊക്കെ എന്തൊക്കെയാണ് നടക്കുന്ന ഒരു ഐഡിയ കിട്ടും. എത്ര ടൈം ഒന്ന് കഴിഞ്ഞാൽ അടുത്ത എത്ര ടൈം എടുക്കും ഒരു ഐഡിയ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും